നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നന്നായിട്ടുണ്ട്. നല്ല പടം. എല്ലാം അടിപൊളി. നല്ല മേക്കിങ്ങും കൊള്ളാം. നല്ല രസമുണ്ട്. അടിപൊളി. നല്ല പടം. നല്ല അവസാനം നല്ല ടിസ്റ്റാണ്. നല്ല ഒരു ഇതുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു അടിപൊളി എൻട്രിയാണ്. ബാക്കിയെല്ലാം സൂപ്പർ തന്നെ. സെക്കൻഡ് ഹാഫ് പാടാൻ കൊടുക്കുക. സൂപ്പർ സിനിമ, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാം കൊള്ളാം. പ്രഭാസ്, കമലഹാസൻ, പിന്നെ എല്ലാവരും, അമിതാഭ് ബച്ചൻ, എല്ലാവരും കൊള്ളാം. ഒരു വിസ്മയം തന്നെയായിരുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വിസ്മയം തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് സക്സസ് ആവും പടം. റിയലി വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. താങ്ക് യു. നല്ല അടിപൊളി പടം. കൊള്ളാം. നല്ല സിനിമ. നല്ല എല്ലാം കൊള്ളാം. സൂപ്പർ പടമായിരുന്നു. വളരെ നൈസാണ്. ഒരു രക്ഷയില്ല. നല്ല പറ്റുമെങ്കിൽ എല്ലാവരും 3D തന്നെ കാണാൻ നോക്കണം. നല്ല മൂവിയാണ്. ഒരു സയൻസ് ഫിക്ഷനൊക്കെ ഇഷ്ടപ്പെട്ട സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അത് മാത്രമേ പറയാനുള്ളൂ. ബട്ട് ഇനി സംഭവങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. കൂടുതലൊന്നും നമ്മൾ കൂടുതൽ ചിന്ത എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ലേ വരുന്നത്. അപ്പോൾ വി ആർ എൻ്റർടൈൻ. ക്യാമിയോസ് എല്ലാം ഉഗ്രൻ, എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കുറച്ചൊരു ഡ്രാഗിങ് ഫീൽ ഉണ്ട്, ബട്ട് സ്റ്റിൽ വർക്ക്സ്. അടിപൊളി സിനിമ. സൂപ്പർ സിനിമ. കൊള്ളാം. സൂപ്പർ. എന്താ മേക്കിംഗ് ആയിട്ട് അടിപൊളി. VFX വിഷ്വൽ എഫക്റ്റ് എല്ലാം സൂപ്പർ. സിനിമ കൊള്ളാം. പക്ഷേ എനിക്ക് ആദ്യമൊന്നും അങ്ങ് എത്ര ഇഷ്ടപ്പെട്ടില്ല. ഇന്റർവെല്ലിന് ശേഷം കണ്ടിരിക്കാൻ കൊള്ളാം. അത്രേ എനിക്കൊരു ഫീലുള്ളൂ. പിന്നെ ഞാൻ വലിയ പ്രവാസിയാണെന്നും അല്ലാത്തതുകൊണ്ട് കണ്ടിരിക്കാൻ കൊള്ളാം. അത്രേ ഉള്ളൂ. എനിക്കൊരു VFX അതൊക്കെ വലിയ കഥയൊന്നും ഇല്ല. പിന്നെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാം കാണാമെന്ന് പ്രതീക്ഷിക്കും. സെക്കൻഡ് ഹാഫൊക്കെ കൊള്ളായിരുന്നു. അടിപൊളി പടം. പോളി ഫിക്ഷൻസ് അടിപൊളി. നമ്മളൊരു ഇന്ത്യ സിനിമ കാണുന്ന ടച്ചൊന്നുമല്ല. നമ്മളൊരു വെളിയിൽ നിന്നുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത നല്ലൊരു മൂവിയായിരുന്നു. തുടക്കത്തിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയെല്ലാം സെക്കൻഡ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു. അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അവസാനത്തെ പോർഷൻ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ആ കാണുന്ന അതായിരിക്കില്ല അവസാനം കാണുന്നത്. ബിക്കോസ് ലാസ്റ്റ് പാർട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സെക്കൻഡ് പാർട്ടിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു ക്ലിപ്പ് എടുത്ത് വെച്ചേക്കുന്നത്. ആക്ച്വലി എക്സ്പെക്ട് ഹൗസം പടമായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് എല്ലാം ഉണ്ട്. ഇടിഞ്ഞായി. നമ്മൾ വിചാരിക്കാതെ നല്ല കുറേ ക്യാമിയോസ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പടം. സിനിമ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ഇടയ്ക്ക് ഇത്രയും നല്ലൊരു സിനിമ വന്ന് കണ്ടിട്ടില്ല. ലൈക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സിനിമ ഇറക്കുന്നത്. VFXൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് VFX കുറച്ച് പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കി നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ല മൂവി തന്നെയായിരുന്നു. തിയേറ്റർ മസ്റ്റ് ഫിലിം. വേറെ പത്ത് പറയാനില്ല. അമിതാഭ് ബച്ചനും പ്രഭാസ് സൂപ്പർ. അമിതാഭ് ബച്ചൻ രക്ഷയില്ല. നല്ല മൂവിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഭയങ്കര വിഷ്വൽസും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഒരുപാട് വീണ്ടും ഒന്നുകൂടെ പോയി മഹാഭാരതം വായിക്കണം ഒക്കെ തോന്നി. നല്ല കഥയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ദ കണക്ഷൻ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചേഴ്സ്. നല്ല പടമായിരുന്നു. അടിപൊളി പടമായിരുന്നു. നല്ല മൂവിയാണ്. കണ്ടു. ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ പടം.